Good morning, children. Welcome back to our social science class. We have finished the fifth chapter, Economic Sources, in our last class. Today, we are going to discuss letters as part of the textbook. Let us start. First question, give an example to show the interrelationship of primary, secondary and tertiary sector. പ്രൈമറി സെക്കൻഡറി ടേഴ്സറി സെക്ടേഴ്സിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പരസ്പര ബന്ധം വ്യക്തമാക്കുന്ന ഒരു എക്സാമ്പിൾ എഴുതുക. ആൻസർ: ഷുഗർ കെയിൻ ഇൻ ദ പ്രൈമറി സെക്ടർ റീച്ച്ഡ് അവർ ഹാൻഡ്സ് ആസ് ഷുഗർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡറി ആൻഡ് ടേഴ്സറി സെക്ടർ. അല്ലേ? ഇനി അനദർ എക്സാമ്പിൾ, പ്രൈമറിയിൽ ഉണ്ടാക്കുന്ന റബ്ബർ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മളെ കൈകളിൽ എത്തുന്നുണ്ട് അല്ലേ? റബ്ബർ ഇൻ ദ പ്രൈമറി സെക്ടർ റീച്ച്ഡ് അവർ ഹാൻഡ്സ് ആസ് റബ്ബർ പ്രൊഡക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡറി ആൻഡ് ടേഴ്സറി സെക്ടർ. അനദർ എക്സാമ്പിൾ, cotton in the primary sector reached our hands as clothes with the help of secondary and tertiary sector. Understand? Second question, classify the economic activities given below into different sectors. First, fishing primary sector, factory work secondary sector, real estate tertiary sector, teaching tertiary sector, mining primary sector, electricity generation secondary sector, banking tertiary, building construction secondary sector. Third question, tertiary sector attains prominence nowadays, elucidate. അതായത് ടേഴ്സറി സെക്ടർ മറ്റ് രണ്ട് സെക്ടറിനേക്കാളും വളർന്നു വരുന്നുണ്ട് അല്ലേ? അത് എന്താ, ഒരു എക്സാമ്പിളിലൂടെ പറയാനാണ്, വിശദമാക്കാനാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു ടേബിളിൽ പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ ഈച്ച് സെക്ടർ എന്ന് പറഞ്ഞ ടേബിൾ പഠിച്ചിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈമറി സെക്ടറിനേക്കാളും സെക്കൻഡറി സെക്ടറിനേക്കാളും ടേഴ്സറി സെക്ടറിലാണ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി കൂടി വരുന്നതെന്ന് നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്. അതുപോലെ സെക്കൻഡറി സെക്ടറിൽ ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഏതിലാണ് വരുന്നത്? ടേഴ്സറി സെക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് എല്ലാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എടുക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ഏതിലാണ് ഉൾപ്പെടുന്നത്? ടേഴ്സറി സെക്ടറിലാണ്. ഇപ്പോൾ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് growing sectors in the tertiary sector is information technology. Growth in this sector creates employment opportunities in the tertiary sector. As a result, the tertiary sector attains growth. Next question, number 4. Which are the agencies supplying essential commodities at fair price in Kerala? കേരളത്തിൽ ഫെയർ പ്രൈസിൽ നിത്യോപയോഗ വസ്തുക്കൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്, ഹോർട്ടികോർപ്പ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, even now agriculture sector has its own importance in India. Examine the statement based on production and employment opportunities. അതായത് ഇന്ത്യയിൽ പ്രൈമറി സെക്ടറിനാണ് ഇന്നും പ്രാധാന്യം അല്ലേ? അത് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനാണ്. ആൻസർ: the sector involving activities making direct use of natural resource is called primary sector. Agriculture and the relative activities included in this sector.
The activities in this sector is inevitable for the existence of human being. So, agriculture has its own importance in India. Sixth question. Which of the government programs demands the condition that 1/3 of the beneficiaries should be women? ബെനിഫിഷ്യറീസിൽ, അതായത് ഗുണഭോക്താക്കളിൽ, ഗുണം കിട്ടുന്നവരിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള ഗവൺമെൻറ് പ്രോഗ്രാം ഏതാണ്? അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അന്നപൂർണ സ്വർണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. ഈ ഗവൺമെൻറ് പ്രോഗ്രാംസിൽ 1/3 ബെനിഫിഷ്യറീസും വുമൺ ആയ സർക്കാർ പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. Public distribution system helps to attain food security. Evaluate the statement. നമ്മളെ പൊതുവിതരണ സമ്പ്രദായം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സഹായകമാണ്. അതൊന്ന് വിലയിരുത്താനാണ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ആൻസർ? There are many agencies functioning with the objective of providing essential commodities to people at fair price. Example, Civil Supplies Outlet, Horticorp, Supplyco Supermarket, Nanma Store, etc. There is strong intervention from the government to ensure food security, food supply to everyone in the society and to eradicate poverty by attaining food security. 8th question. Civil Supplies Outlet stands for common man. Justify. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോമൺ മാൻ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ. അപ്പോൾ പൊതുവിതരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്, അല്ലേ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊവൈഡിങ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് ഫെയർ പ്രൈസ്, അല്ലേ? നമ്മളെ റേഷൻ കാർഡുകളൊക്കെ BPL, APL, അതായത് ബിലോ പോവേർട്ടി ലൈൻ, എബോവ് പോവേർട്ടി ലൈൻ എങ്ങനെ വിഭജിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ BPL പോവർട്ടി ലൈനിൽ താഴെയുള്ള ആളുകൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് റേഷൻ കടയിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്താണ്? There are many agencies functioning with the objective of providing essential commodities to people at fair prices. Examples of these agencies: Civil Supplies Outlet, Horticorp, Supplyco Supermarket, etc. The food items are distributed to the BPL families at a reduced rate. There is strong intervention from the government to ensure adequate food supply to everyone in the society and to eradicate poverty. Okay. Next question. Number 9. Food production is facing a lot of challenges. Substantiate this statement. ഫുഡ് പ്രൊഡക്ഷൻ ഇന്ന് ധാരാളം വെല്ലുവിളികൾ, ചലഞ്ചസ് നേരിടുന്നുണ്ട്. അത് നമ്മളൊരു പ്രാവശ്യം നോട്ടിൽ എഴുതിയതാണ്. അത് നിങ്ങളത് എഴുതി വിചാരിച്ച് പിന്നെ എഴുതാതിരിക്കരുത്, ഒരു പ്രാവശ്യം കൂടി എഴുതുക. Crop failures due to natural calamities, using agricultural land for non-agricultural purposes, reducing the rate of subsidies, unable to purchase agricultural machines, climate changes, unable to ensure crop insurance, excessive use of fertilizers, reducing soil fertility. Next, last question. Prepare a note on any one of the poverty alleviation projects of the central government. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, പോവേർട്ടി അലീവിയേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് എഴുതാനാണ്.
അപ്പോൾ അത് നമ്മൾ കുറേ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന, മിഡ് ഡേ മീൽ പ്രോഗ്രാം, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നോട്ടിൽ എഴുതിയതുമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എഴുതാനാണ് ഈ 10th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അപ്പോൾ ലെറ്റേഴ്സസ് കംപ്ലീറ്റ് ആയിട്ടോ ഇതൊക്കെ എഴുതുക, പഠിക്കുക. Today's class is over. I hope all of you got my class. Thank you.